ധനവകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. കേൾക്കാം. കേരളത്തിൽ നിക്ഷേപത്തിന് അനുകൂലമായ സാഹചര്യം ഏത് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ വരുന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ കേരളത്തിലിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ മന്ത്രിസഭ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ EMSൻ്റെ കാലത്താണ് മാവൂർ ഗാഡിയോ റൈഡ്സും അതുപോലെ മറ്റു പല സ്ഥാപനങ്ങളും വന്നത്. അന്ന് മുതലേ കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂടുതൽ നിക്ഷേപം വരണമെന്ന അഭിപ്രായമാണുള്ളത്. ഇപ്പോൾ കേരളത്തിൽ പലതരത്തിലുള്ള പുതിയ അനുകൂല സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, നോളജ് എക്കണോമി എന്ന് പറയുന്നത് ഇത്രയും വർദ്ധിച്ച തരത്തിൽ വികസിച്ച ഒരു കാലം ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ വലിയ നിർമ്മാണത്തിൻ്റെ രീതിയിലുള്ളതിനേക്കാളും കൂടുതൽ ടെക്നോളജിയുടെ വലിയ ഡെവലപ്മെൻ്റ് ഉള്ളതിന് ഏറ്റവും അനുകൂലമാണ് കേരളം. നല്ലതുപോലെ പരിശീലനം സിദ്ധിച്ച ചെറുപ്പക്കാരാണ്. അവരെ കുറച്ചുകൂടി പരിശീലിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. നല്ലതുപോലെ ആളുകളുണ്ട്. ലോകമെല്ലാം പോയി തൊഴിലെടുക്കുന്ന അനുഭവമുണ്ട്. ഏറ്റവും നല്ല കാലാവസ്ഥയാണുള്ളത്. അടിസ്ഥാന സൗകര്യത്തിൽ വലിയ വികസനം ഇപ്പോൾ ഒന്നാം പിണറായി സർക്കാരിൻ്റെയും രണ്ടാം പിണറായി സർക്കാരിൻ്റെയും സമയത്ത് ഉണ്ടായിട്ടുള്ള റോഡിൻ്റെയും വിമാനത്താവളങ്ങളുടെയും തുറമുഖങ്ങളുടെയും ഒക്കെ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ വിഴിഞ്ഞം തുറമുഖം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ നല്ല ഈ മേഖലയിലെ ഏറ്റവും വലിയ തുറമുഖമാണ്. ഇതുപോലുള്ള അനുകൂല സാഹചര്യങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും പ്രധാനം, ലോകത്ത് പല സ്ഥലത്തും കലാപങ്ങളും യുദ്ധവും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പ്രശ്നങ്ങളുമൊക്കെ നടക്കുന്ന, ഞാൻ പറഞ്ഞ വർഗീയതയുടെയും വംശീയതയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ലോകത്ത് പലയിടത്തും ഉള്ളപ്പോൾ കേരളത്തിൽ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം, നമ്മൾ അക്കാര്യത്തിൽ ലോകത്തിന് മാതൃകയായി ഏറ്റവും നല്ലൊരു അന്തരീക്ഷമുണ്ട് കേരളത്തിൽ. എല്ലാവർക്കും ഇവിടെ സുഖമായി ജീവിക്കാൻ കഴിയുന്ന കാലാവസ്ഥയും പ്രകൃതിയും അന്തരീക്ഷവും മാത്രമല്ല, മാനവവിഭവശേഷി മാത്രമല്ല, ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്ന പരസ്യം വ്യക്തമാക്കുന്ന തരത്തിലേക്ക് എല്ലാവർക്കും സ്വതന്ത്രമായി സ്വസ്ഥമായി വ്യവസായം നടത്താൻ, ജീവിക്കാൻ എല്ലാം കഴിയുന്ന അന്തരീക്ഷമുണ്ട്. അതായിരിക്കും കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ല പോയിന്റുകളുള്ളത്. നിക്ഷേപ സംഗമം കഴിയുമ്പോഴോടുകൂടി സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. നിക്ഷേപ സംഗമം വഴി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നത് ജനങ്ങളുടെയാണ്. സർക്കാരിൻ്റെ അതിന് അടുത്ത ഭാഗമേ വരുന്നുള്ളൂ. ജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരം ഉണ്ടാകുക, വരുമാനം വർദ്ധിക്കുക. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ സംസാരിക്കുകയായിരുന്നു. കൊച്ചിയിൽ എത്തിയതാണ്.